എല്ലാവർക്കും നമസ്കാരം. തൃശ്ശൂരിൽ കായികമേള നടന്നുകൊണ്ടിരിക്കുകയാണ്. ചാലക്കുടിക്ക് ഏറെ അഭിമാനിക്കാവുന്ന നേട്ടങ്ങൾ സ്വന്തമാക്കിക്കൊണ്ട് നമ്മുടെ ചാലക്കുടി ഉപജില്ലയിലെ സ്കൂളുകൾ വലിയ പോരാട്ടമാണ് അവിടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്നലെ മത്സരങ്ങൾ സമാപിക്കുന്ന സമയത്ത് ചാലക്കുടി ഉപജില്ലയാണ് ഒന്നാം സ്ഥാനത്ത് 124 പോയിൻറ്റോടെ. രണ്ടാം സ്ഥാനത്ത് തൃശ്ശൂർ ഈസ്റ്റ്, മൂന്നാം സ്ഥാനത്ത് ചാവക്കാട് ഉപജില്ലയുമാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. സ്കൂളുകളുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഒന്നാം സ്ഥാനം ശ്രീകൃഷ്ണ ഗുരുവായൂർ സ്കൂളാണ്. 49 പോയിന്റുകൾ നേടി അവർ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു. തൊട്ട് പുറകിലായിട്ട് തന്നെ സെയിൻറ്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ മേലൂർ 36.5 പോയിന്റുകളോടെ രണ്ടാം സ്ഥാനത്തും, മാള ഉപജില്ലയിലെ RMHS ആളൂർ 35 പോയിന്റോടെ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന വലിയ പോരാട്ടം. ഇപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ മത്സരങ്ങൾ കഴിയുമ്പോൾ തന്നെ ഇതിൽ വലിയ മാറ്റങ്ങൾ വരും. എന്തായിരുന്നാലും ചാലക്കുടി ഉപജില്ലയിലെ വിദ്യാർത്ഥികൾ, കായിക താരങ്ങൾ വലിയ ആവേശത്തോടു കൂടിയിട്ടാണ് ഈ തൃശ്ശൂർ ജില്ലാ കായികമേളയിൽ നേട്ടങ്ങൾ സ്വന്തമാക്കിക്കൊണ്ട് കടന്നു വരുന്ന ഒരു കാഴ്ച. പ്രത്യേകിച്ച് കറുത്ത കുതിരകളാവാൻ പോവുകയാണ് സെൻറ്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ മേലൂർ. മികച്ച നേട്ടങ്ങളാണ് ഈ വിദ്യാലയത്തിലെ കായിക താരങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ളത്. ഇന്നലെ നടന്ന മത്സരത്തിൽ എലൈൻ KP 400 മീറ്റർ സ്വർണ്ണം നേടി. അതുപോലെ ലോങ് ജമ്പിൽ സിൽവർ നേടി. അതിരത് PA ഹൈ ജമ്പിൽ സ്വർണ്ണം നേടി. ജില്ലയിലെ കായികമേളയിലെ താരങ്ങളാകാൻ പോകുന്ന 2 താരങ്ങൾ ശരിക്കും നമ്മുടെ മേലൂരിൽ നിന്നാണ്. അത് ഇരട്ട സഹോദരങ്ങളായിട്ടുള്ള ജെഫിൻ ജോഷിയും ജെസിൻ ജോഷിയും. ഇവർ രണ്ടുപേരും ഇപ്പോൾ നിലവിൽ ഷോട്ട് പുട്ടിൽ സ്വർണവും വെള്ളിയും നേടിക്കഴിഞ്ഞു. ഇനി ഡിസ്കസ് ത്രോ ഉണ്ട്, ഹാമർ ത്രോ ഉണ്ട്. തീർച്ചയായിട്ടും ഈ വിദ്യാർത്ഥികൾ, ഈ ഇരട്ട സഹോദരങ്ങൾ ഈ കായികമേളയുടെ താരങ്ങളായി മാറുന്ന ഒരു കാഴ്ചയിലേക്ക് ഈ ഫൈനൽ ദിവസം കടന്നു പോകട്ടെ. എന്തായിരുന്നാലും ആവേശകരമായ മത്സരം നടക്കുന്നു. നമ്മുടെ മേലൂർ ചിലപ്പോൾ ഒന്നാം സ്ഥാനത്തേക്ക് കുതിക്കാം, അല്ലെങ്കിൽ ആദ്യത്തെ ഒരു 3 സ്ഥാന പട്ടികയിൽ തന്നെ മേലൂർ സെൻറ്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ചാലക്കുടി ഉപജില്ല ഇപ്പോൾ ഒന്നാം സ്ഥാനത്താണ്. മികച്ച നേട്ടങ്ങൾ സ്വന്തമാക്കിക്കൊണ്ട് നമ്മുടെ ഉപജില്ലയിലെ കായിക താരങ്ങൾ ഈ ഇല്ലായ്മയിൽ നിന്നൊക്കെ വരുന്ന ചില സ്കൂളുകളിലെ കുട്ടികൾ ഇത്ര മനോഹരമായിട്ട് പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് കായികമേളയെ വരവേറ്റുകൊണ്ട് നമ്മുടെ ഉപജില്ലയുടെ പേരും പ്രശസ്തിയും വാനോളം വർദ്ധിപ്പിക്കുന്നു. ഇവർക്ക് എന്ത് കൊടുത്താലും മതിയാവില്ല. നമ്മുടെ ചാലക്കുടിയിലെ ഭരണാധികാരികൾ, തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലൊക്കെ ജനപ്രതിനിധികൾ തീർച്ചയായിട്ടും ഇവർക്കൊരു പുഷപ്പ് കൊടുക്കാൻ, ഒരു ബാക്കിൽ നിന്നൊരു തള്ള് ഈ കായിക താരങ്ങൾ, പലപ്പോഴും സാമ്പത്തികമായ പ്രാരാബ്ദങ്ങൾ ഉള്ളതുകൊണ്ടൊക്കെയാണ് ഇവർക്ക് മികച്ച രീതിയിൽ മത്സരം കാഴ്ചവെക്കാൻ പറ്റാത്ത സാഹചര്യം. ചില സ്പോർട്സ് ഐറ്റംസ് ഒക്കെ മേടിക്കാൻ പണമില്ലാത്തതുകൊണ്ട്. എന്നിരുന്നാൽ തന്നെയും ചാലക്കുടി ഉപജില്ല ഒന്നാം സ്ഥാനത്തേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഈ ഫൈനൽ ദിനം കഴിയുമ്പോൾ ചാലക്കുടി ഉപജില്ല തന്നെ കിരീടം സ്വന്തമാക്കട്ടെ. മേലൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഈ ജില്ലാ കായികമേളയുടെ കറുത്ത കുതിരകളായി മാറട്ടെ. ജെഫിനും ജെസിനും മേളയുടെ കായിക താരങ്ങളായി തന്നെ ഇപ്പോൾ അവർ മാറിക്കഴിഞ്ഞു. ഒരിക്കൽ കൂടി ചാലക്കുടി ഉപജില്ലയിലെ എല്ലാ കായിക താരങ്ങൾക്കും അഭിനന്ദനങ്ങളും ആശംസകളും നേരുകയാണ്. ഇന്നത്തെ മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും, ഇന്ന് ഇരട്ട സഹോദരങ്ങൾക്ക് മത്സരങ്ങളുണ്ട്, അവർക്കും എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.